ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീണ്ടും നല്ലൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു നിഫ്റ്റിയിൽ കാണാനുണ്ടായിരുന്നത്. 11,301.7 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 11,302.2 വരെ ഹൈ പോയി. തുടർന്ന് 11,153.6 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. HISL, TCS, ടെക് മഹീന്ദ്ര, സൺ ഫാർമ, ഗ്രാസിം ഇവരായിരുന്നു നിഫ്റ്റിയിൽ ആകപ്പെട്ട ടോപ്പ് പെർഫോമറായിട്ട് നിന്ന സ്റ്റോക്കുകൾ. ഇനി നിഫ്റ്റിയുടെ ഒരു ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. ഏകദേശം ഒരു ബിയറിഷ് ബെൽറ്റ് ഹോൾഡ് പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇന്ന് ഫോം ആയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതിനു മുമ്പുള്ളൊരു പ്രീവിയസ് ലോ അതിനെയും ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുമ്പോൾ ഒരു ലോവർ ഹൈ അതുപോലെ തന്നെ ലോവർ ലോ ഫോർമേഷൻ ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വീണ്ടും ഈ ഒരു സപ്പോർട്ട് സോണുകളെല്ലാം വീണ്ടും താഴേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സൂചനകളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പോൾ ഒരു അപ് ട്രെൻഡിനുള്ള സൂചനകൾ എന്തായാലും മാർക്കറ്റിൽ നിലനിൽക്കുന്നില്ല. അടുത്തൊരു സപ്പോർട്ട് സോണുകളായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ 11,100 നല്ലൊരു സപ്പോർട്ട് 10,880, 890 റേഞ്ചുകളിലാണ് നല്ലൊരു സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചുകളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇപ്പോൾ ഏകദേശം 10,890 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു ഡൗണിലേക്ക് പോകാനുള്ള സാധ്യതകൾ മാർക്കറ്റിൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനൊന്ന് നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക, ഈ ഒരു റേഞ്ചിൽ. അപ്പോൾ ഇതിന് താഴേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പൊസിഷൻസൊക്കെ ഒന്ന് ഷോർട്ട് ചെയ്ത് ലോങ് ടൈമിലൊക്കെ വെക്കുന്നവരാണെങ്കിലും പൊസിഷൻസൊക്കെ ഒന്ന് കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഷോർട്ട് ടൈമിലേക്ക് അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ നടത്തുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലില്ല. ട്രേഡിംഗ് ആയിട്ട് നടത്തുന്നവർക്ക് മാത്രം, ഡേ ട്രേഡിംഗ് മാത്രം നടത്തുന്നവർക്കാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതും അഗ്രസീവായിട്ട് ട്രേഡിംഗ് നടത്തുന്നവർക്കാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിഗിനേഴ്സ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ എക്സ്പോഷർ എടുത്തുള്ള ട്രേഡിംഗ് ഒക്കെ ഈ ഒരു സമയത്ത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ നല്ലതായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ രാവിലെ മാർക്കറ്റിൽ എൻട്രി കൊടുത്തു കഴിഞ്ഞാലും ഉച്ചയ്ക്ക് മുമ്പ് ക്ലോസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും കുറച്ച് സേഫ് ആയിട്ടുണ്ടാവുക. കാരണം നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിലായതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് സേഫായിട്ട് നിൽക്കണമെങ്കിൽ ഇതായിരിക്കും നന്നായിട്ടുണ്ടാവുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് സെലക്ഷനും ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് വരികയാണ്. കാരണം ഇപ്പോൾ ഒരു ഒരു പോസിബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിലും ഇച്ചിരി ഡിഫിക്കൽട്ടാണ് കണ്ടെത്താൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻട്രി കൊടുക്കുകയാണെങ്കിലും ഒരു ചെറിയ പ്രോഫിറ്റുകളിലൊക്കെ തന്നെ ഒതുക്കുന്ന രീതിയിൽ ആലോചിക്കുക. വലിയ ഹ്യൂജ് പ്രോഫിറ്റൊക്കെ വെയിറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾക്ക് വിചാരിക്കുന്ന രീതിയിൽ മാർക്കറ്റ് പോകണമെന്നില്ല. കാരണം ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതിലും ഒരു ബിയറിഷ് ക്യാൻഡിൽസ് ആണ് കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഇപ്പം ഒരു പ്രീവിയസ് സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. 20,890, 20,900 ആ ഒരു റേഞ്ചിനടുത്താണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ഡൗൺ ട്രെൻഡ് റാലി തുടരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു റേഞ്ചുകളും നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് ഇപ്പം കുറച്ച് സ്റ്റോക്കുകൾ സെലക്ഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ NSEൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സ്റ്റോക്ക് സെലക്ഷനിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു അപ് ട്രെൻഡ് തുടരുകയാണെങ്കിൽ ഇവിടെ ഒരു പെർസെൻറ്റേജ്, അതായത് ഇവിടെ ഒരു അപ്പിൽ നിൽക്കുന്ന ഒരു ഗ്രീനിൽ നിൽക്കുന്ന സ്റ്റോക്കുകളും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ചേഞ്ച് ഇപ്പോൾ മാർക്കറ്റ് ഡൗണിലേക്കാണെങ്കിൽ ഇത് ഡൗണിൽ കാണിക്കുന്ന സ്റ്റോക്കുകളിലും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു കൺഫർമേഷൻ കിട്ടുന്ന ഒരു സിഗ്നൽസൊക്കെ കൺഫർമേഷൻ കിട്ടുന്ന സ്റ്റോക്കുകൾ ഇതിനകത്തുനിന്ന് പിക്ക് ചെയ്യുന്നതായിരിക്കും നന്നായിട്ടുണ്ടാകും. ആദ്യത്തെ ഒരു 10-15 സ്റ്റോക്കുകളിനുള്ളിൽ തന്നെ ഓരോ സ്റ്റോക്കുകളും സെലക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക. ഇനി അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ US മാർക്കറ്റിൽ ഇന്നലെ ഒരു 14 പോയിൻറ്റ്സ് ഡൗണിലാണ് ട്രേഡ് ഉണ്ടായിരിക്കുന്നത് നാസ്ഡാക്ക്. ഇനി യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ നിന്നൊരു പോസിറ്റീവ് മൂഡിലാണ് മാർക്കറ്റുകളെ കണ്ടുവരുന്നത്. ഏഷ്യൻ മാർക്കറ്റിൽ ഒരു മിക്സഡ് ട്രെൻഡ് തുടരുന്നു. SGX നിഫ്റ്റി 42 പോയിൻറ്റ്സ് അപ്പിൽ ഇപ്പോൾ ട്രേഡ് ആകുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഇപ്പോൾ ഒരു വർധനവ് കാണുന്നുണ്ട്. ക്രൂഡ് ഓയിലും ഏകദേശം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് ആണ് കണ്ടുവരുന്നത്. ഇനി അടുത്തതായിട്ട് രൂപയുടെ മൂല്യം ഡോളറിന് അഗേൻസ്റ്റായിട്ട് വീണ്ടും നല്ലൊരു ഇടിവ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 20 പൈസ ഇടിഞ്ഞ് 73.58 ഇന്ന് ട്രേഡ് ഉണ്ടായിരിക്കുന്നത്. അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ FIIൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും നല്ലൊരു സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 2,072 കോടിയുടെ നെറ്റ് വിത്ഡ്രോവൽ ക്യാഷ് മാർക്കറ്റിൽ നടന്നിരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് 879 കോടിക്ക് അടുത്തുള്ളൊരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ഇപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പിക്ചർ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഒരു മിക്സഡ് ട്രെൻഡുകൾ കണ്ടുവരുന്നു എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ എന്തായാലും SGX നിഫ്റ്റിയുടെ ട്രെൻഡ് ഒന്ന് വാച്ച് ചെയ്യുക നാളെ. അപ്പോൾ നമുക്ക് ഏകദേശം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതേ തുടർന്ന് നിങ്ങൾ ഇവിടെ NSEൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും സ്റ്റോക്ക് സെലക്ഷൻ പോസിബിൾ ആണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് സേഫ് ആയിട്ടുണ്ടാവുക ട്രേഡേഴ്സ് ആയിട്ടുള്ളവർ. അപ്പോൾ ആ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സ്റ്റോക്ക് പിക്കിംഗ് നടത്തുക. മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് പോകുന്നതെങ്കിൽ ഇവിടെ ചേഞ്ചസ് അപ്പിൽ നിൽക്കുന്ന സ്റ്റോക്കുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മാർക്കറ്റ് ഡൗണിലേക്കാണ് പോകുന്നതെങ്കിൽ നേരെ ഡൗണിലേക്ക് വന്ന സ്റ്റോക്കുകൾ നിങ്ങൾ അതിൽ നിന്നും ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം, പാറ്റേണൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എൻട്രി കൊടുക്കുന്നതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക.
ഇനി അടുത്തായിട്ട് കുറച്ച് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ദീപക് നൈട്രേറ്റ്, ഭാരതി എയർടെൽ, ഗ്രാസിം ഇവരിലൊക്കെ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു സിഗ്നൽസാണ് കാണാനുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളെയും നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക നിങ്ങളുടെ അനാലിസിസിലേക്ക്. അതുപോലെ തന്നെ പവർ ഗ്രിഡും SBIയും ടാറ്റ സ്റ്റീലൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ഫോർമേഷൻ ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നൊരു റിവേഴ്സലിനുള്ളൊരു സാധ്യതകൾ കാണുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, ഒരു ഡോജി പാറ്റേൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ഡോജി പാറ്റേണിൻ്റെ ഹൈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമുക്കൊരു എൻട്രി പോസിബിലിറ്റി ഈ ഒരു സ്റ്റോക്കുകളിലെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് ഈ സ്റ്റോക്കിനെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സും സപ്പോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു പ്രോഫിറ്റിലൊക്കെയാണ് ഇപ്പോൾ സ്റ്റോക്ക് കൈവച്ചിരിക്കുന്നതെങ്കിൽ പാർഷ്യലായിട്ടെങ്കിലും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. ഇനി അടുത്തായിട്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ഒരു മാർക്കറ്റ് പിക്ചർ നോക്കിയാൽ ആകപ്പാടെ നിഫ്റ്റി, IT, തുടർന്ന് ഫാർമ ഇവരായിരുന്നു ഒരു പോസിറ്റീവിൽ നിന്നത്. ബാക്കി എല്ലാ സെക്ടറുകളും തന്നെ ഡൗണിലായിരുന്നു. മീഡിയയും റിയാലിറ്റിയും ആയിരുന്നു ഏറ്റവും കൂടുതൽ ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് ഇന്ന് 3 IPO ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. ഏഞ്ചൽ ബ്രോക്കിങ്ങിൻ്റെ IPO ഇന്ന് ഡേ 1 ആയിരുന്നു. ഡേ 1 ഏകദേശം 76% സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. റീറ്റെയിൽ സെക്ഷനിൽ ഫുൾ പോർഷൻ ബുക്കിംഗ് നടന്നു എന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ പറയുന്നു. അടുത്തായിട്ട് കെംകോഡിനെ സംബന്ധിച്ചിടത്തോളം ഡേ 2 ഏകദേശം 12.6 മടങ്ങിൻ്റെ ഓവർ സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. റീറ്റെയിൽ പോർഷൻ നോക്കുകയാണെങ്കിൽ 23 മടങ്ങിൻ്റെ സബ്സ്ക്രിപ്ഷൻ നടന്ന രീതിയിലും അപ്ഡേറ്റുകളിൽ കാണിച്ചിരിക്കുന്നു. നല്ലൊരു റെസ്പോൺസ് ആണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഈ ഒരു IPOക്ക് സംഭവിച്ചിരിക്കുന്നത്. ക്യാംസ് നോക്കുകയാണെങ്കിൽ ഡേ 2 2 മടങ്ങ് സബ്സ്ക്രിപ്ഷൻ നടന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തായിട്ട് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം റിലയൻസിൻ്റെ ജിയോ ഫോൺ മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻസൊക്കെ ലോക്കൽ സപ്ലയേഴ്സിനോടൊക്കെ അവരുടെ ഒരു പ്രൊഡക്ഷൻസൊക്കെ റാമ്പപ്പ് ചെയ്യുക എന്ന രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്നതായിട്ട് ഒരു അപ്ഡേറ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു മീഡിയ റിപ്പോർട്ട്. അതിൽ ഈ ഒരു വരുന്ന 2 വർഷത്തിനുള്ളിൽ ഏകദേശം 200 മില്യൺ സ്മാർട്ട് ഫോണാണ് മാർക്കറ്റിലേക്ക് ഇറക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഫോൺസ് ആണ് അവർ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏകദേശം 4000 രൂപയാണ് അപ്രോക്സിമേറ്റ് കോസ്റ്റ് വർത്തായിട്ട് ഒരു അപ്രോക്സിമേറ്റ് പ്രൈസായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല ഇവരുടെ റിലയൻസ് ജിയോൻ്റെ ലോ കോസ്റ്റ് വയർലെസ് പ്ലാനും ഇതിനോട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കോംബോ എന്ന രീതിയിലായിരിക്കും ഈ ഫോണുകൾ വരുന്നതെന്നാണ് അപ്ഡേറ്റുകൾ കാണാനുള്ളത്. അതുമാത്രമല്ല ഇപ്പോൾ ട്രെൻഡായിട്ട് വരുന്ന മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ആ ഒരു തീമിനോട് ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൊഡക്ഷൻസ് എല്ലാം നടത്തുക എന്ന രീതിയിലും പറയുന്നു അപ്ഡേറ്റുകളിൽ. അടുത്തായിട്ട് TCSനെ സംബന്ധിച്ചിടത്തോളം അവർ മോറിസൺസുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വീണ്ടും എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് TCSന് ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ ആർത്തി ട്രക്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിനു മുമ്പ് കണ്ട ന്യൂസ് ആയിരുന്നു അവർ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനുള്ള എലിജിബിൾ ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്താൻ October 1 റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ October 1 നിങ്ങളുടെ DPയിൽ ആർത്തി ട്രക്സിൻ്റെ ഷെയർസ് കയ്യിലുണ്ടെങ്കിൽ 3:1 എന്ന റേഷ്യോയിൽ, അതായത് ഒരു ഷെയറിന് 3 ഷെയർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ബോണസ് ഷെയർസ് കിട്ടുന്നതാണ്. അടുത്തായിട്ട് ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് അവർ സാരദ മൈൻസിനോട് അവരുടെ മൈനിങ് ഓപ്പറേഷൻസ് എല്ലാം പകുതിയായി കുറയ്ക്കാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എൻവയോൺമെൻറ്റ് ക്ലിയറൻസ് അവർക്ക് കിട്ടിയത് ഇൻവാലിഡ് ആയിട്ടുള്ളൊരു ക്ലിയറൻസ് ആണെന്ന രീതിയിലാണ് കാരണങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഈ സാരദ മൈൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരും ജിൻഡാൽ സ്റ്റീലുമായിട്ടുള്ളൊരു ലോങ് ടൈം അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട് ഇവരുമായിട്ട്. അപ്പോൾ ഇത് ജിൻഡാൽ സ്റ്റീലിനൊരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇത് മാത്രമല്ല ഇതിനു മുമ്പ് ജിൻഡാൽ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച ഒരു മീഡിയ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു കുറേ ട്രാൻസാക്ഷൻ 2014 മുതൽ 2016 നടന്ന ട്രാൻസാക്ഷൻസൊക്കെ ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ളതാണ് എന്ന രീതിയിലൊരു ഫോൾട്ട് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ നടന്നു എന്ന രീതിയിലൊരു മീഡിയ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തത് ആ ട്രാൻസാക്ഷനിൽ തന്നെ അവരുടെ ഒരു ദിവസം നടക്കുന്ന ഒരു ബിസിനസ് പ്രോസസ്സിൻ്റെ ഒരു രീതിയിലുള്ള ട്രാൻസാക്ഷനാണ്. അതെല്ലാം റെഗുലേറ്ററി ഗൈഡ് ലൈൻസിനും ഉൾക്കൊണ്ടുള്ള രീതിയിലുള്ള ട്രാൻസാക്ഷൻ തന്നെയാണെന്ന രീതിയിലൊരു ക്ലാരിഫിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് സ്ട്രൈഡ്സ് ഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് US FDAയിൽ നിന്ന് ടെൻഷൻ ഹെഡേക്ക് മാറ്റാനുള്ള ഒരു ടാബ്ലറ്റിൻ്റെ ഒരു സെയിൽസിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഇവർക്കൊരു പോസിറ്റീവ് ന്യൂസാണ്. അടുത്തായിട്ട് GE പവറിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാരൻറ്റ് കമ്പനി ജനറൽ ഇലക്ട്രിക്കൽ അവരുടെ കോൾ പവർ മാർക്കറ്റിലുള്ള ബിസിനസ്സുകളെല്ലാം എക്സിറ്റ് ചെയ്യാൻ പോകുന്നു എന്ന രീതിയിലൊരു അതിനോടായിട്ടുള്ളൊരു ആഗ്രഹിക്കുന്നു എന്ന രീതിയിലൊരു അനൗൺസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു റിന്യൂവബിൾ എനർജി പവർ എനർജി ജനറേഷനിലേക്കും അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ GE പവർ ഇന്ത്യ അവർ ഇതിൻ്റെ ഒരു തീരുമാനങ്ങളൊക്കെ അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന രീതിയിലാണ് അപ്ഡേറ്റുകൾ കാണിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് Pfaudlerനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊമോട്ടർ ഏകദേശം 28% സ്റ്റേക്ക് ഓഫർ ഫോർ സെയിലിൽ വെക്കാൻ പോവുകയാണ്. 3500 രൂപയാണ് ഫ്ലോർ പ്രൈസായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നോൺ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള ഓഫർ ഫോർ സെയിൽ ഇന്നായിരുന്നു. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനുള്ള പാർട്ടിസിപ്പേഷൻ നാളെയാണ് ഓപ്പൺ ആവുക. അപ്പോൾ ഈ ഒരു ന്യൂസിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഇന്ന് ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.
അടുത്തായിട്ട് UFO മൂവീസിനെ സംബന്ധിച്ചിടത്തോളം SAPG മീഡിയനെ SAPG മീഡിയയിൽ അവർ 100% സ്റ്റേക്ക് അക്വയർ ചെയ്തിരിക്കുന്നു. ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡീൽ വഴിയായിട്ട് അക്വയർ ചെയ്തിരിക്കുന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് SAPG മീഡിയ ഇവരുടെ ഒരു ഹോളി ഓൺ സബ്സിഡറിയായി മാറും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് HSILനെ സംബന്ധിച്ചിടത്തോളം ഇവർ കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന ബോർഡ് മീറ്റിങ്ങിൽ ഷെയർ ബൈബാക്കിനുള്ള ഒരു അപ്രൂവൽ ബോർഡ് മീറ്റിംഗിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. 105 രൂപയാണ് അവർ ബൈബാക്ക് പ്രൈസായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻസൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്ര ഫേവറബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് കണ്ടീഷൻ അല്ല, ബുള്ളിഷ് മാർക്കറ്റ് അല്ല, ബിയേഴ്സിനാണ് കൂടുതലും ഫേവറബിൾ ആയിട്ട് നിലനിൽക്കുന്നത്. പുതിയ അപ്ഡേറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതൊരു ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.